ചൈനയുടെ കയ്യിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങുന്ന J-20ക്ക് ഒരു മുഴം മുമ്പേ എറിഞ്ഞ് ഇന്ത്യയുടെ ഗാന്ധീവ. തദ്ദേശീയമായ വ്യോമസേനയ്ക്ക് വേണ്ടി ഇന്ത്യ പുതിയ മിസൈൽ വികസിപ്പിച്ചിരിക്കുകയാണ്. ഇതിഹാസ കഥാപാത്രമായ അർജുനന്റെ വില്ലായ ഗാന്ധീവത്തിന്റെ പേരാണ് പുതിയ മിസൈലിന് നൽകിയിരിക്കുന്നത്. ഖര ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന റാംജെറ്റ് എഞ്ചിനാണ് ഗാന്ധീവത്തിനുള്ളത്. സാധാരണ എയർ ടു എയർ മിസൈലുകളെ അപേക്ഷിച്ച് SFDR എഞ്ചിനിൽ മുന്നോട്ട് കുതിക്കുന്ന ഗാന്ധീവത്തിന്റെ പ്രത്യേകത ശബ്ദത്തിനേക്കാൾ 4.5 മടങ്ങ് വേഗം കൈവരിക്കാൻ സാധിക്കും എന്നതാണ്. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ലക്ഷ്യത്തെ തകർക്കുന്ന മിസൈലാണ് ഗാന്ധീവ. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO ആണ് ഗാന്ധീവയെ വികസിപ്പിച്ചത്. ഇതിനു മുൻപ് വികസിപ്പിച്ച അസ്ത്ര Mk1, അസ്ത്ര Mk2 എന്നീ മിസൈലുകളുടെ പിൻഗാമിയാണ് ഗാന്ധീവ. അസ്ത്രയെ അപേക്ഷിച്ച് അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുത്താണ് ഇത് മുന്നോട്ട് കുതിക്കുക. അതിനാൽ പരമ്പരാഗത മിസൈലുകളെ അപേക്ഷിച്ച് ഭാരം കുറഞ്ഞ ഒന്നാണ്. കൂടുതൽ ഇന്ധനം ഉപയോഗിക്കാം എന്നതിനാൽ പ്രഹരപരിധിയും വർദ്ധിക്കും. Mk1 മിസൈലിന് പരമാവധി 110 കിലോമീറ്ററാണ് പ്രഹരപരിധി. Mk2വിന് 160 കിലോമീറ്ററും. എന്നാൽ ഗാന്ധീവത്തിന് 300 മുതൽ 350 കിലോമീറ്റർ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങൾ വരെ തകർക്കാൻ സാധിക്കും. 220 കിലോഗ്രാം ഭാരമാണ് മിസൈലിനുള്ളത്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചതാണ് SFDR ടെക്നോളജി. 2013 തുടങ്ങിയ പദ്ധതി 2024 ആയപ്പോഴേക്കും അതിന്റെ പരിപൂർണതയിൽ എത്തി. 2024 ഡിസംബറിൽ SAFDR ടെക്നോളജിയുടെ ആദ്യ പരീക്ഷണവും നടത്തി. ഈ എഞ്ചിൻ ഉപയോഗിച്ചുള്ള മിസൈൽ പരീക്ഷണം വലിയ വിജയമായിരുന്നു. കാഴ്ചയ്ക്കപ്പുറമുള്ള, അതായത് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് ലക്ഷ്യങ്ങളെ തകർക്കാൻ സഹായിക്കുന്ന മിസൈലാണ് ഗാന്ധീവ. അതിവേഗത്തിൽ കുതിച്ചെത്തുന്ന ഗാന്ധീവത്തിന്റെ പ്രഹരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അത്ര എളുപ്പമല്ല. യുദ്ധവിമാനങ്ങളെയും മറ്റു മിസൈലുകളെയും ഗാന്ധീവം ഉപയോഗിച്ച് തകർക്കാനാകും. ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ സ്റ്റെൽത്ത് വിമാനമായ J-20 വാങ്ങിയാൽ അവയ്ക്കുള്ള മറുപടിയാണ് ഗാന്ധീവ. നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ളത് മെറ്റ്യൂർ മിസൈലാണ്. ഇതിനുള്ള മികച്ച ഇന്ത്യൻ ബദലാണ് ഗാന്ധീവ. നിരവധി വെല്ലുവിളികൾ അതിജീവിച്ചാണ് ഗാന്ധീവം എന്ന മിസൈൽ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത്. 2013 പദ്ധതി തുടങ്ങിയപ്പോൾ SAFDR ടെക്നോളജി ഉപയോഗിക്കുന്ന ഇതിന്റെ എഞ്ചിന്റെ വലിപ്പം കുറയ്ക്കുക എന്ന വെല്ലുവിളിയായിരുന്നു ആദ്യം മറികടക്കേണ്ടിയിരുന്നത്. ഇതുമൂലം പദ്ധതി ഏറെ വൈകുകയും ചെയ്തു. ഇനി മിസൈൽ സേനയുടെ ഭാഗമാകുന്നതിനും നിരവധി തടസ്സങ്ങൾ മുന്നിലുണ്ട്. അതിനുള്ള കൂടുതൽ പരീക്ഷണങ്ങളും വരും ദിവസങ്ങളിൽ നടക്കും. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മിസൈലിന്റെ വ്യാവസായിക ഉൽപാദനം നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുഖോയ്, തേജസ് വിമാനങ്ങളിലും ഭാവിയിൽ ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ MMCAയിലും ഉപയോഗിക്കാനാകുന്ന മിസൈലാണ് ഗാന്ധീവ. 2024 പരീക്ഷണത്തിൽ മിസൈലിന്റെ വിവിധ വശങ്ങൾ പരിശോധിച്ചിരുന്നു. തൃപ്തികരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. മൈറ്റി ഡ്രാഗൺ എന്നറിയപ്പെടുന്ന J-20 എന്ന ഇരട്ട എഞ്ചിൻ സ്റ്റെൽത്ത് ഫൈറ്റർ 2017 ചൈന അവതരിപ്പിക്കുന്നത്. നിരീക്ഷിക്കാൻ പ്രയാസമുള്ള 250 സ്റ്റെൽത്ത് ഫൈറ്ററുകളെ ചൈന ഇതിനകം തന്നെ ഇന്ത്യൻ അതിർത്തികളിൽ വിന്യസിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. അതേസമയം സ്റ്റെൽത്ത് ഫൈറ്ററുകൾ ഉപയോഗിക്കുന്ന ലോകത്തിലെ 3ാമത്തെ മാത്രം രാജ്യമാണ് ചൈന. ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നത് ചൈന തങ്ങളുടെ ഏറ്റവും നൂതനമായ J-20 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യയുമായുള്ള അതിർത്തിയിൽ നിന്ന് 150 കിലോമീറ്ററിൽ താഴെ മാത്രം അകലെ സിക്കിമിൽ വിന്യസിച്ചിട്ടുണ്ടെന്നാണ്. ജിയോസ്പേഷ്യൽ ഇന്റലിജൻസ് പരിശോധിക്കുന്ന ഒരു സ്ഥാപനമായ ഓൾ സോഴ്സ് അനാലിസിസിന്റെ അനുമതിയോടെയാണ് J-20 സ്റ്റെൽത്ത് ഫൈറ്റർ ചൈനയുടെ ഇന്നുവരെയുള്ള ഏറ്റവും നൂതനമായ പ്രവർത്തനക്ഷമതയുള്ള യുദ്ധവിമാനമായത്. ഈ വിമാനങ്ങൾ പ്രധാനമായും ചൈനയുടെ കിഴക്കൻ പ്രവിശ്യകളിൽ അധിഷ്ഠിതമാണ്. VP ഫോർ ടെക്നോളജി ആൻഡ് അനാലിസിസ് അറ്റ് ഓൾ സോഴ്സ് അനാലിസിസിന്റെ അഭിപ്രായത്തിൽ ടിബറ്റിലെ ഷിഗാറ്റ്സയിൽ ഈ വിമാനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് കാണുമ്പോൾ അവരുടെ സാധാരണ പ്രവർത്തന മേഖലകൾക്ക് പുറത്ത് ഇന്ത്യൻ അതിർത്തിക്ക് സമീപമുള്ള ഒരു വിന്യാസത്തിൽ അവ നിലയുറപ്പിക്കുന്നതായാണ് കാണുന്നത്. ഫ്രഞ്ച് നിർമ്മിത റാഫേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ത്യ J-20 നേരിടുന്നത്. ഇതിൽ 8 ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സുമായി വിപുലമായ വ്യോമാക്രമണ പരിശീലനത്തിനായി അലാസ്കയിലേക്ക് പറന്നു. ചൈനയുടെ J-20 കണ്ടെത്തിയ ഷിഗാറ്റ്സെ പശ്ചിമ ബംഗാളിലെ ഹസിമാരയിൽ നിന്ന് 290 കിലോമീറ്ററിൽ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ 16 റഫേലുകളുടെ 2ാമത്തെ സ്ക്വാഡ്രൺ ആസ്ഥാനമാണ് ഇവിടം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.